ഒരു കോടി രൂപ എടുത്തോണ്ട് ഓടിയാണ്. ഇന്നാളിന്റെ ഫോട്ടോ 50 ലക്ഷം എനിക്ക് അല്ലെങ്കിൽ അമ്മ എടുത്തോണ്ട് കൊടുക്കും. யாரு யாரு செஞ்சதாரு இந்த பொண்ணு என்ன கடத்த முடியுமா? ഒന്നുമില്ല അത് വേറെ അത് പയ്യന്മാരാ പ്രശ്നക്കാരന്മാരാ. അവരുടെ കൂടെ ജോർജ് ക്യൂട്ടി ഉണ്ട്, ഉണ്ട്, ഹലോ ഇതാരാണ്? നിനക്ക് ഫോൺ വിളിച്ച മനസ്സിലായില്ലായിരുന്നു? ഇല്ല, ഇങ്ങോട്ടാ കോൾ വന്നേ. ഇങ്ങോട്ടാ കോള് വിളിച്ച ആദ്യം. 7-1 അല്ലേ? സോറി ബ്രോ 2 ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ മകനാണ്. എന്ത് പറ്റി? നിങ്ങളുടെ മോനാണോ കുരിപ്പ്? അതെ, എന്റെ ഒരു കോടി രൂപ എടുത്തോണ്ട് ഓടിയാണ് ഓർഫണേജ് ഉണ്ടാക്കണം തുടങ്ങിട്ട്. നിന്റെ കഴിവില്ലായ്മ. നീ എന്തിനു കൊടുത്ത്? കൊച്ചു പിള്ളേരെ കയ്യിൽ 1 കോടി രൂപ? നിനക്ക് ബുദ്ധിയുണ്ടോ? പിള്ളേരെന്ന് പറഞ്ഞിട്ട് 1 കോടി രൂപ ആണോടാ പിള്ളേരെ കൈ കൊടുക്കുന്നേ? ഇവിടെ പിച്ചക്കാർക്ക് ജീവിക്കാനായിട്ട് 1 കോടി രൂപ വേണം. ഏത് പിച്ചക്കാരനാണ് 1 കോടി രൂപ വേണമെന്നുള്ള? ഞാനും കണ്ടില്ല. കണ്ടില്ല. ഞാൻ പിച്ചക്കാരനായ അല്ലാത്തോണ്ട് എനിക്ക് എന്തായാലും അറിയത്തില്ല. പിള്ളേരെ കയ്യിൽ 1 കോടി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേര് കൊണ്ട് എന്തെങ്കിലും ചെയ്യും. എനിക്ക് അറിഞ്ഞൂടാ. പിള്ളേരെ കയ്യിൽ കാശും കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞിട്ട് വരില്ല കേട്ടോ. ശരി, ഇന്നാളിന്റെ ഫോട്ടോ നീ ഓർഫണേജ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ആരെയും കാശ് വാങ്ങിയാ? കള്ള ലക്ഷമുണ്ട് വാങ്ങിച്ചു. 50 ലക്ഷം എനിക്ക് അല്ലെങ്കിൽ അമ്മ എടുത്തോണ്ട് കൊടുക്കും. 20 ലക്ഷം എനിക്ക് തരണേ. 20 ലക്ഷം എനിക്ക് തരണേ. 50 ലക്ഷം എന്റെ അക്കൗണ്ട് അയച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ പുറത്തു പോകും. കൊടുത്തേക്കടാ അറിയാലോ, അപ്പനെ അറിയാലോ. കാശ് കൊടുത്തേക്ക്. എന്തിനാ 50 നീ വെച്ചോ? 50 കൊടുത്താ മതിയാ. കൊച്ചു പിള്ളേരല്ലേ, 50 ഒക്കെ വേണോ? 20 പേരെ കയ്യില് കൊടുത്താ? നോക്കട്ടെ 50 ലക്ഷം വന്നാ നോക്കട്ടെ. കയ്യിലാ? ഓക്കെ വന്നു. ഒരു സെക്കൻഡ്. എന്താ സൂര്യ? சூரிய ஆரடா குண்டிக்கு ஊசு போட்டேன் சொல்லு. அப்பா கிட்ட சொல்லு. எனக்கு யாரோ பின்னாடி ஊசி போட்ட மாதிரி இருந்தது. அந்த Dress மாதிரி தான் இருந்தது எனக்கு. அங்க இருந்து அவங்க தான் இருந்தாங்க. അത് ഊസിയല്ലേ? അത് വല്ല ഡോക്ടർ ചന്ദ്ര മനസ്സിലായില്ലേ? ഹലോ സൂര്യ, അത് ചന്ദ്രനല്ലേ? അതെ, അത് വന്ന് ഞങ്ങൾ കേപ്പിലെ മെമ്പറാണ്. പറഞ്ഞ മച്ചാനെ. ബ്രോ ഇപ്പൊ ഇവിടെ ഉണ്ട്, കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. കുറച്ച് തിരക്കാർ. എന്താ ചെയ്യാ ബ്രോ? സിറ്റുവേഷൻ ആണോ? സിറ്റുവേഷൻ ഇല്ല, പരിപാടി നിൽക്കായിരുന്നു. എന്താ പറഞ്ഞോ? അല്ല, കഴിഞ്ഞിട്ട് വിളിച്ചാ ഞാൻ കാണാൻ ഒരു കാര്യം ചോദിക്കാൻ. അല്ല, ഫോണിൽ പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞോ. നേരിട്ട് സംസാരിക്കാനായിരുന്നു. ഗണ്ണിന്റെ എന്തെല്ലാണോ? എന്ത് പറ്റി? ഗണ്ണിന്റെ ചോദിക്കായിരുന്നു. ഗണ്ണിന്റെയോ? ഗണ്ണിന്റെ ബ്രോ അത് ഫോണിൽ ബ്രോ ഗണ്ണിന്റെ നമ്മളങ്ങനെ കൊടുക്കുന്നില്ല. ആക്ച്വലി ഗണ്ണങ്ങനെ കൊടുക്കുന്നില്ല നമുക്ക്. മിസ്റ്റർ സീനാണ്. അല്ല, ഗ്യാങ് ആണ്. ഡ്യൂറബിലിറ്റി കഴിഞ്ഞത് 20% 30% ഒക്കെ 30 ഉള്ളതുണ്ടോ? അതൊക്കെ ഉണ്ടാവോ? നിങ്ങക്ക് വാറണല്ലാണോ? പ്രീ വാറണം ഒക്കെ ആവശ്യം വന്നാലേ നമ്മുടെ അടുത്ത് ഇപ്പൊ ഗണ്ണ് ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ അതാ ഞാൻ എന്തായാലും ഒന്ന് നാരദ ഉണ്ടോടാ? നാരദ ഇറങ്ങി. ഗ്യാങ്ങിന്ന് ഇറങ്ങിയാ? ഗ്യാങ് ഒന്നും ഇറങ്ങിയില്ല, സിറ്റിന്ന് ഇറങ്ങിയല്ലേ? ഓക്കെ. ഞാൻ എന്തായാലും നോക്കട്ടെ. ഞാൻ എന്തായാലും നോക്കിട്ട് പറയാം. എന്റെ കയ്യിൽ കുറച്ച് ഡ്യൂറബിലിറ്റി തീർന്നാലും ഇരിപ്പുണ്ടല്ലോ. 3 7 4 6
ചെറുക്കെന്തിട്ടാ അവിടെ ഇവൻ കൊന്നോളെ വണ്ടി ഇടിച്ചു വന്നവൻ നീ പയ്യൻ അപ്പൊ നമ്മളെ മൈനർ അപ്പൊ 5 ലക്ഷം രൂപ വെച്ചിട്ട് വിടാല്ലേ നമുക്കിപ്പോ കുഴപ്പമില്ല. 5 കോടി അല്ലേ? അതാ അച്ഛൻ വന്നു, അച്ഛൻ വന്നു. കണ്ടിട്ട് വലിയ സർജറി വേണ്ടിരും ബ്രോ. ഇത് 5 കോടി എങ്കിലും വേണം മിനിമം. ഇൻഷുറൻസ് ഇല്ല ചെറുക്കന്. 5 ലക്ഷം ഉണ്ട്. 5 ലക്ഷം കൊണ്ട് എന്താ വെച്ചാൽ പൈസ ഉള്ളവരെ വിളി. 2 കോടി. ആരുമില്ല ബ്രോ. ഫാമിലി ഒന്നുമില്ലേ? ആരുമില്ലാത്തവനാണ്. ഒറ്റയ്ക്ക് നിക്കണതിന്റെ വേദന എനിക്കറിയാം. തന്തയില്ലാത്തതിന്റെ വേദന അവനറിയാം. ഹലോ മച്ചാനെ ഇല്ല കേട്ടോ. എന്താ കണ്ണ് ഇതാരാ? ഞാൻ LX ആണോ? എടാ ഒരു ഗ്യാങ് വിളിച്ചിട്ട് കണ്ണിങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇല്ലെന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ചാ. അത് മാറി നിന്റെ കൊണ്ട് പോണോന്ന്. നമ്മുടെ ഗ്യാങ്ങിന് കണ്ണൊക്കെ ഉണ്ടേ. നമ്മുടെ ഗ്യാങ് എടാ നമ്മുടെ ഗ്യാങ്ങിലെ കണ്ണ് പുറത്ത് കൊടുത്തു നമുക്ക് പിന്നെ കണ്ണ് വേണ്ടേ? അതാണ് അതുകൊണ്ട് കൊടുക്കാത്ത. ശരി നാളെ വരുവേന്നാ? ഹലോ നീ നാളെ വരുമെന്ന് പറഞ്ഞേ? നമ്മള് വന്നില്ലേ ഗ്യാങ്സില്? ആര്? ജി നീ LX എന്ന് പറഞ്ഞു പിന്നെ? ഒന്നുമില്ല. എടാ ഹലോ ഞാൻ വേറൊരു രൂപം വരാം. അതെന്താ നിനക്ക് ഇപ്പൊ കണ്ടാലും കണ്ടാ? അല്ല എനിക്ക് ഒന്ന് നിന്റെ സമയത്തിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് വരണം. നമ്മളങ്ങോട്ട് കാണിക്കാൻ വേണ്ടി വരണം. പൈസ കൊടുത്തിട്ട് ബ്രോ ഇപ്പൊ അനാഥനായതുകൊണ്ട് വിട്ടേക്കുന്നു. കുഴപ്പമില്ല. ഞാൻ തന്തയില്ല. എന്നെ ഞാനും പിടിക്കണേ. ഹലോ എന്ത് പാട്ട് വിളിച്ച് 2 പാട്ട് പാടി കൊടുക്ക. വിളിച്ചിട്ട് അല്ല ഇത് ദേഷ്യം വരുന്നത് ആരെങ്കിലും വിളിച്ചിട്ട് 2 പാട്ട് പാടി കൊടുക്കാതെ. വിളിക്കുമ്പോ 2 തെറി പറയാൻ വേണ്ടി എനിക്കിങ്ങനെ ദേഷ്യം വരുമ്പോഴേ ഞാൻ ആരെങ്കിലും ഒക്കെ വിളിച്ചിങ്ങനെ പാട്ട് പാടി കൊടുക്കും. മനസ്സിലായില്ല? അത് ഇങ്ങനെ വിളിച്ച് പാടാന്ന് ഞാനേ തെറിയ പറയാ. എടുത്താടാ നീ എല്ലാരും വിളിച്ച് പാട്ട് പാടി കൊടുക്കോളൂ. ഇവൻ മാറിയിരിക്കണ ഹുഡി മാറി ഇല്ലല്ലോ. അത് മാറിയോ? നമ്മുടെ ഡ്രസ്സിന്റെ ഇത് ക്വാളിറ്റി ഇല്ല. ഡ്രസ്സിന് പോലും നല്ല ഇതിനും ക്വാളിറ്റി തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മുടെ ഗ്യാങ് ഡ്രസ്സിന് തീരെ ക്വാളിറ്റി അല്ല ചന്ദ്രു. അത് 144 രൂപയിലാ ചെയ്തേക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എവിടേക്കൊന്നും ക്വാളിറ്റി ഇല്ല. ഇതുണ്ടോ ഇത് ചന്ദ്രു? നോക്ക് ചന്ദ്രു അത് ഒന്ന് മുഖവരക്ക് എടുക്കണം കേട്ടോ ചന്ദ്രു. മുഖവരയാ? ഇപ്പൊ ഈ സിറ്റിയില് ഏറ്റവും അഴുക്ക ഡ്രസ് നമ്മുടെ. നമ്മുടെ ഗ്യാങ് ഡ്രസ് ഇട്ട് ഒരു ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് എല്ലാവർക്കും വേണ്ടി നമുക്കൊരു കാര്യം നമുക്ക് ഇല്ലടാ. ഇനി അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ഓപ്പോണം ഗ്യാങ്ങിന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഇടാൻ പറയാം. മനസ്സിലായില്ലേ? നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാം. നമുക്ക് അല്ല അവരുടെ അടുത്ത് എന്തെങ്കിലും ബാഗ് ഇടാൻ പറയാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ സാക്രിഫൈസ് കൊടുക്കണ്ട. നമ്മളെപ്പോഴും മാറ്റി കൊടുക്കും. എല്ലാവരും എന്റെ നെഞ്ഞത്ത് എന്തെങ്കിലും പറ്റിയ നെഞ്ഞൊക്കെ റിപ്പയർ ചെയ്യുന്നു. ഹലോ മകനെ ഓക്കെ ആയോടാ? അച്ഛനും മോനും കുറച്ച് സ്പേസ് കൊടുക്കും. എന്തോ സൂചി കുത്തി എന്നൊക്കെ പറയാം. അത് ആളെ അത് സംസാരിക്കാം. இங்க நின்னுட்டாங்களா மாஸ்க் அவங்க தான் இருந்தாங்க அங்க. കണ്ണാപ്പി നിന്നെ ഒരു ദിവസം കിഡ്നാപ്പ് ചെയ്തില്ലേ? ஆமாப்பா என்னாச்சுப்பா? അതിന് ബദലായിട്ട് അവന്റെ ഗേൾഫ്രണ്ട് നമ്മൾ കടത്തി കിഡ്നാപ്പ് ചെയ്തു. அப்ப ப்ரூஃப்ப்பா எனக்கு காட்டு போட்டோ எப்படி கதறனா அவ என்ன செஞ்சா? നിന്നെ பாட வச்சியா வீடியோ எடுத்தியா? വീഡിയോ എല്ലാം എൻകിட்ட இருக்கு. എല്ലാം എൻകിட்ட இருக்கு. സേഫ് ആയിട്ട് இருக்கு. ഞാൻ നല്ല പാട്ട് കേട്ടോ. സൂപ്പർ പാട്ട്. അപ്പാവുടെ റിവെഞ്ച്
ചന്ദ്രു നീകന് ഇതിനെ പറ്റി ഒരു കോൺസ്പിറസി തിയറി എസ്റ്റർഡേ ഫുൾ ഗൺ വന്ന് 137 പിന്നെ ഡാമേജ് ആണത് 15 എന്നാ കണക്കൂടെ ടോട്ടൽ കൗണ്ട്. அப்ப என்ன ஆச்சுன்னா நாரத மாமாக்கு பொண்ணு செட் ஆயிடுச்சுப்பா. നാരദ എങ്ക നീകോ നിങ്ങോയെ ആ ബോസന അതറിഞ്ഞോ നാരദിന് ആര് സെറ്റായെന്ന് ജെയിൻ നാരേന്ദ്രൻ ദാസ് വേറെ അല്ലേ? വേറെ வீடியோ அனுப்புறேன். നീ അത് പോട്ടെ, നിന്നെ ഊസി കുത്തിയിട്ട് നിനക്ക് എന്താ പറ്റി? അയ്യോ കുത്തി എന്തുണ്ടാവും. ஊசி கொடுத்து எல்லாம் ஓரமா போச்சுப்பா. என்ன அடிச்சாங்க. എല്ലാം ഊരിപ്പോയെന്ന് உடம்புலாம் வலிக்குது. അതല്ലേ പറഞ്ഞു. വലിക്കുന്നൊന്നാരായിരുന്നു ഉടമ്പ് വലിക്കും. ഞാൻ നോക്കാം എന്താ പ്രശ്നം. അവിടുത്തെ CCTV ക്യാമറ നോക്കിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം കേട്ടാ. ശരി ചന്ദ്രു, ഊസിയൊക്കെ കേറി ഒന്ന് നോക്കണം. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഡോണ്ട് വരി ഷെയർ ഹലോ ഇതാര്? அதான் நாரத பொண்ணு. இந்த பொண்ணை கடத்த முடியுமா? இப்ப இருக்காது. இந்த டைம் போயிரும்பா. அவ வந்து 8 o'clock வரைக்கும் தான் இருப்பா. நீ இருக்கும்போது ഒന്ന് കിഡ്നാപ്പ് ചെയ്തിട്ട് എന്നെ കൂപ്പിട്. ബാക്കി ഞാൻ ഹെൽപ്പ് പண்றேன். ഓക്കേ. ഞാൻ കുറച്ച് ഫാമിലി ടൈമിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഇവിടെ അടി പിടി എന്തോ ഊസി ഊത്തി എന്നൊക്കെ പറഞ്ഞു കുത്തിയെന്നോ പണിയെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഞാൻ എവിടെ നോക്കിയാലും ഇപ്പൊ ഞാനാണല്ലോ ദേവിയെ. എന്റെ ഇപ്പൊ അപ്പു കിട്ടുന്ന പേര് 10 ആൾക്കുണ്ട്. എന്റെ അതേലൊക്കെ ഒരു 10 ആൾക്കുണ്ട്. ഞാൻ ഫേമസ് ആയി. ഞാൻ ഫാൻസ് എല്ലാരും ആണല്ലേ? കുഴപ്പമില്ല. ആ അതെടുത്തവൻ. നമ്മൾ ട്രെൻഡ് സെറ്റർ അല്ലേ? മനസ്സിലായോ? ട്രെൻഡ് സെറ്റർ നമ്മൾ ഫാൻസ് എല്ലാരും. കല്യാണി ഇരുന്ന് പറയാതെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ? ഇവരുടെ കേറിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. എല്ലാരും അവന്റെ പേരതാ ബാബ കല്യാണി. കല്യാണി എന്ന് വിളിച്ചപ്പോ എന്റെ കല്യാണി അല്ലടാ. നിന്നെ ഒരു പെണ്ണനാക്കാണല്ലോ. മറ്റേ കുണ്ടിയാ കാണുന്നത്. അതാ ചന്തി മാറ്റിക്കൊണ്ടിരിക്കുക. നിന്റെ ചന്തിയാണ് ചന്ദ്ര മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ നിബന്ധനായി. അവൻ പോലീസാണോ? സാർ പേടിയാണോ? ഞാൻ പാന്റ് പാന്റ് ഓട്ടോ ഫാഷൻ ആയില്ലേ? അതെ മുണ്ട് വന്നപ്പോ എല്ലാരും ഉണ്ടേ. ചന്ദ്ര മുണ്ടിട്ടോടെ നീ ഫുൾ ഡേ എല്ലാരും ഉണ്ടായി. ഒരു ഗുണ്ട സെറ്റപ്പ് പിടിച്ചാലേ. ചന്ദ്ര അത് കൊള്ളാം. അത് കൊണ്ട 2 ആള് വീഴും ആണല്ലേ? ചന്ദ്ര ഒരു അരയിലൊരു തോക്ക് പുറത്തിയാടിയിരിക്കുന്നു. നമ്മള് സീന. എന്തോ പുറത്തോട്ട് ചാടിയിരിക്കുന്നു. അത് 6 പാക്ക് കുറച്ച് കുറക്കി ചന്ദ്ര. അത് കൂടുതലായണ്ട. ചെസ്റ്റ് ഒക്കെ കൂടുമ്പോഴാണ് ഈ പ്രശ്നം. മനസ്സിലായ? സത്യം. ഞാനിപ്പോ അതുകൊണ്ട് കുറച്ച് കൂടുതലുള്ള കുറച്ച് ഷർട്ടൊന്നും ഇടാൻ പറ്റുന്നില്ല. ഷർട്ടൊന്നും ഇടാൻ പറ്റാത്തോണ്ട് ചന്തി കീറിയിരിക്കുന്ന എന്ത് പറ്റിയത്? ചന്തി കയറി ഇട്ടിട്ട് ഇറങ്ങുമ്പോഴാണ് ഓരോന്ന് കീറിയിരിക്കുന്ന കാണുന്നത്. ചന്ദ്ര അവിടെ തന്നെ ക്യാമറ കാണും. ക്യാമറ കറക്കി കളി. അപ്പൊ കറക്റ്റ് അറിയാം. ശിവശങ്കര പാർവതി രമണൻ കുളിക്കേണ. അവൻ ഓക്കെ അല്ലേ? ആള് പോയി. ഓക്കെ ഷർട്ടൊന്നും ഇല്ലല്ലോടാ. അല്ലേ ഉണ്ടല്ലോ. നല്ലത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ കടയൊക്കെ ഒന്ന് പുതുക്കാനേ അയക്കണം.
പുതിയ ഡ്രസ്സൊക്കെ വരാനുള്ള സമയമായേക്കും. ഇനിയിപ്പോ ഡ്രസ് മാറുന്നൊക്കെ ഭയങ്കര കഴിഞ്ഞില്ലേ മറ്റേ ഇല്ല ഞാൻ കുറച്ച് കുറച്ച് ചൂസിയാണ്. ഞാൻ പറയണ്ട, ഞാൻ നിങ്ങൾ കഴിഞ്ഞ ഞാൻ ചൂസ് ചെയ്യണം കുറച്ച്. ഞാനും കുറച്ച് മോഡേൺ ആണ് ഇപ്പൊ ശരി. ജെൻസി കഴിഞ്ഞിട്ടില്ല ആൽഫ. ഞാൻ ആൽഫയാണ്. ആൽഫ ജെൻസി ആയിട്ടുള്ള ഇതാണ് ആൽഫ. ഞാൻ ആൽഫ ഒരു ലൈൻ പിടിക്കാൻ തുടങ്ങും. അല്ല ഞാൻ കുറച്ച് വെറൈറ്റി ഇടാക്കണേ. തൊപ്പിയും കൂടെ മറ്റേ ഇതാക്കാം. കുതിരയാമരുന്ന് പോണേ അതല്ലത് ഫ്ലൈറ്റ് അല്ലേ ചന്ദ്രു, മറ്റേ കുതിരയാമരുന്ന് പോകുന്നു. ഇല്ല അതില്ല. കുറച്ച് സെറ്റിലല്ലേ, കുറച്ച് വെറൈറ്റി, കുറച്ച് എന്നാലും ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. ഞാനും കുറച്ച് വെറൈറ്റി പിടിക്കട്ടെ. അട്രാക്റ്റീവ് ആവും ചന്ദ്രു സത്യം പറഞ്ഞാൽ. ഞാൻ കുറച്ച് അത് നീ ഒന്നടാ, നീ ഇങ്ങനെ തന്നെ ട്രാൻസ്ജെൻഡർ അല്ല, മറ്റേ മെറ്റൽ വൈബ് പിടിക്കാം. മെറ്റൽ വൈബ് ചന്ദ്രു ഇതിപ്പോ നമ്മളെ ഫസ്റ്റ് വരുന്ന ബോട്ട് പോലെ ഉണ്ട് ചന്ദ്ര. ഇത് എന്താണ് ഇതൊക്കെ മനുഷ്യരിടുന്ന ഡ്രസ്സാണ് ഇതൊക്കെ അളിയാ. എന്റെ ബാക്കിൽ വായിക്കി സോണാമ്പി ഡ്രസ്സാന്ന് തോന്നുന്നു ചന്ദ്രു. കുഴപ്പമില്ല ചന്ദ്രു, അവളെ നിനക്ക് വല്ല എണ്ണയും കൊണ്ടേ അറിയാവോ ഷൗട്ട് അപ്പുകൂട്ട? ഇതൊക്കെ ട്രെൻഡാണ് ചന്ദ്രു. ഇത് മതി നമുക്ക് ആൾമാറാട്ടാന്ന് പറയാം. ചന്ദ്രൻ ഞാൻ നോക്കട്ടെ. ഇങ്ങനെ കോമഡി ആകല്ലേ നമ്മള്. അതൊക്കെ വെച്ച് നടക്കാം, പൂക്കിയൊക്കെ ഇട്ട്. എന്റെ ലുക്ക് നോക്കിയത് ഇത് ഈ വൈബ് പിടിക്കും. ഇതാണ് ആൽഫ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫിക്സ് ചെയ്യാം. ഇനി എനിക്ക് നല്ലൊരു ഡ്രസ് വേണമെന്ന് പറ. ഇപ്പൊ രണ്ടര തട്ടിയുള്ളൂ പറ. പെട്ടെന്ന് മാറിയല്ലോ. ശരിയാ, ഇപ്പഴേ കറക്റ്റായ ഇത്ര മൈക്ക് മാറി കിടക്കുന്നു എന്റെ. ഫ്രണ്ടിൽ മാറില്ലേ ചൂപ്പാ. ചന്ദ്രചൂഡ ശിവശങ്കരൻ പാന്റ് എല്ലാം പാന്റ് ബാഗ് കൊല പഴിപ്പിക്കുക അവശേക്കണ ബാഗ് പറഞ്ഞേ വീട്ടി. അല്ലെ ബാഗി പാൻസ് അളിയ ഇതില് ഇതാണ് അല്ല ഇത് ഇപ്പൊ അല്ലെ ബാഗ് അല്ല സിമ്പിൾ പരിപാടി. ബാഗി പാന്റ് ചന്ദ്രു സ്ട്രാക്സ് ഹായ് എന്ന് പറഞ്ഞേ. സ്ട്രാക്സ് ഹായ് ആരാ? ചന്ദ്രനോട് ഹായ് പറയാൻ പറഞ്ഞു. ചന്ദ്രചൂഡ ശിവശങ്കർ അല്ലെ ഞാൻ കുറച്ച് കാർബോയ് ആയല്ലോ. കറങ്ങോ കാർബോയ് ചന്ദ്രു തമാശല്ലേ? ഇത് ബാഗ് ഇടളിയാ പാന്റ്. അളേ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അടങ്ങ് നോക്കട്ടെ, നല്ല കിട്ടണ ഇതൊക്കെയാണ്. ബാഗ് ലെഗ്സിലല്ല കിടക്കുന്നേ, മനസ്സിലായില്ലേ? ഒരു സംശയമില്ല, എനിക്ക് സംശയം പണിക്കുവോന്ന് ലുക്ക്. ചേർത്തില്ല പാട്ട് ചേർത്തില്ല. എന്തൊരു പൊണച്ച ലുക്കാണ്. പാവാടയാളി ഇത്, പാവാട ഇതെന്തോ പാവാട. ഇത് മതിയല്ലേ കോമാളിയാ. ഡ്രസ് മൈരി എന്തിനോ ഡ്രസ് ബാക്കി നോക്കിക്കേ. ഇത് കുട്ടയാളിയാ, ബാക്കിൽ കുട്ട. പിന്നല്ല കുട്ട. ഫണ്ണാണല്ലേ ഭയങ്കര. പിടിച്ചിടിച്ചല്ലേ അവനെ സൈഡിട്ട് കൂട്ടിട്ടിടിച്ചാലാ. ഫണ്ണാന്നുണ്ട്. നീ എന്നെ സിനിമാറ്റിക് ആഡ് ചെയ്യലടാ.
എനിക്ക് 2 കാരണം ഇടിക്കാറുണ്ട്. അതില് ഞാൻ അപ്പുകൂട്ടെന്ന് പറഞ്ഞു. അപ്പുകൂട്ടെ എനിക്ക് റോളില്ലെങ്കിൽ എന്നെ തള്ളി കയറ്റും. കാരണം ഞാൻ വരുമ്പോ ഒരു ഗൂസ് ബംസ് വീഡിയോ കിട്ടുവേ. അല്ലടാ അപ്പുകുട്ടാ, ചന്ദ്രുവിന്റെ ഒരു എൻട്രി ഹൊറർ ഫാമിംഗ് അല്ലേടാ ഞാൻ. ചന്ദ്ര വരുന്ന ചന്ദ്ര മറ്റേ പിടിച്ചൊരു വരവുണ്ട്. തൂക്കിട്ട് അത് ആൾക്കാര് പറയുന്നില്ല. എന്താ നീ ഇങ്ങനെ ചന്ദ്രന്റെ മുഖത്തേക്ക് പറയുന്നേ? ചന്ദ്ര പറ്റിയത് എടാ നമ്മൾ ഒടിഞ്ഞു തൂങ്ങിക്കുന്ന ഡ്രസ്സിങ് സ്റ്റൈലാണ് അല്ലേ ഇത്? പിന്നല്ല, നെഞ്ച് വിരിവോ അല്ലെങ്കിൽ ഒരു ഗാംഭീര്യം, ഒരു മാൻലി ഫീൽ ഉള്ള ഒരു ഡ്രസ് കിട്ടുന്നില്ല. ഒരു മാൻലി ഫീൽ ഉള്ള ഡ്രസ്. ഈ ഡ്രസ് നൈസ് അല്ലേ? ചന്ദ്ര ഞാൻ പണ്ടത്തെ സ്റ്റൈലാണ് പിടിക്കുന്ന ഇപ്പോഴും. മാറ്റിപ്പിടി. ഇത് നോക്കി, ഞാൻ ഇതൊക്കെയാണ് പുതിയ പിള്ളേര് പിടുന്നത്. എന്ത് പറയാൻ? എന്തിനും കാണി എന്തിനു പറയാൻ പറഞ്ഞിട്ട് 222 അടിപൊളിയാണ് ചന്ദ്രു. ഈ നമ്പർ ആലോചിച്ചിട്ട് മറ്റേ ഒന്ന് മാറ്റി. ഈ നമ്പർ ആലോചിച്ചേ, ഈ നമ്പർ ആലോചിച്ചു. ചന്ദ്രു സൂപ്പർ. 2-2-2-3-2. പാന്റല്ല ഷർട്ട് ജാക്കറ്റ്. ചന്ദ്രചൂട ഡ്രസ്സുമാരുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് പറഞ്ഞേ. അവിടെ എല്ലാരും പറഞ്ഞ നമ്മള് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാരും. കാണണോന്ന് പറഞ്ഞു. കാണണമെങ്കിലോ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ. എടുക്കാൻ പറ നമ്മളെ. ഡ്രീമറെ ചന്ദ്ര അല്ലെ ഷർട്ടിലെ 210 വെക്ക്. 210 വെക്ക്. പാന്റ് അതിട്ട് നോക്ക്. 210 നോക്ക്. അല്ലെ ഷർട്ടിൽ 210 ഷർട്ടിൽ 200 ഷർട്ട് ഞാൻ വരില്ല. ഈ കോലത്തിൽ ഞാൻ വരില്ല. എങ്ങനെ എന്ത് കോലാണ് ഇത്? കോമാളി അല്ലെ കൊള്ളൂല. ഇങ്ങോട്ട് വേണം. എന്തിന് പറയണ്ടേ? മനസ്സിലാക്കട്ടെ ആരെങ്കിലും. ചന്ദ്രചൂട ശിവശങ്കര പാർവത. ചന്ദ്ര ഇപ്പൊ കുറച്ച് ഇതായി. ഹെൽമെറ്റ് എത്ര അപ്പുകുട്ടാ? ആണ്ടി പിന്നെ എത്ര തന്നെ പറയണെന്തിന്? ഉണ്ടാന്നാണ് പറയുന്നേ. 210 ഷർട്ട് ഷർട്ടാ? ഷർട്ട് അപ്പൊ ലെഗല്ലേ? പാന്റ് അളിയ ഷർട്ടിൽ 210 അവിടെ. ഓ ഷർട്ടിൽ അളിയ അത് പറ. ഓ അങ്ങനെ അടിച്ച് നീകനില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മളെങ്ങനെ അറിയും? മറ്റേ പാന്റ് എന്തിനാ ഞാൻ ബാഗിൽ കിടക്കണ പാന്റ്? അല്ലെ നിക്കറിട്. ഒരു നിക്കറൊക്കെ അത് 7-8 ഇതിലായിട്ടുണ്ട്. പാന്റ് കാലാക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ എന്റെ ഡ്രസ്സിന് പറഞ്ഞ ലെഗ് എത്ര? എന്റെ ലെഗ് 11. എന്നാ അതൊക്കെ പറഞ്ഞപ്പോരേ. മോനെ വാ ഹെൽമെറ്റ് ഇട്ടില്ല. ഹെൽമെറ്റ് എത്രയാ? ഹെൽമെറ്റ് ആവശ്യം. ഹെൽമെറ്റ് ഇട്ടിട്ട് സേവ് ചെയ്യ്. വാ
ഒന്നില്ല അയ്യോ വെള്ളം ഇപ്പൊ ചാവുന്നേ വെള്ളം 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 ആ വെള്ളം